ബോസ് ലൈവ് അപ്ഡേറ്റ്. ബിഗ് ബോസിനകത്ത് ഇപ്പം ലൈവില് നമ്മുടെ മത്സരാർത്ഥികളായ അക്ബർ, അനീഷ, അനുമോള്, പിന്നെ ഷാനവാസ്, നിവിൻ ഇവർക്ക് 5 പേർക്കും അവിടെ മേക്കപ്പ് അല്ല, ഫേഷ്യലിങ്ങും മറ്റുമൊക്കെ ഗ്രൂമിങ് നടക്കുന്നു. അവിടെ ലൈവിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ ആക്ടിവിറ്റി ഏരിയയിലാണ് നടക്കുന്നത്. ബിഗ് ബോസ് ഇവരെ ആക്ടിവിറ്റി ഏരിയയിലേക്ക് വിളിക്കുന്നു. അവിടെ വെച്ച് അവിടെ ഹെയർ ഒക്കെ കട്ട് ചെയ്യാനും ഫേഷ്യൽ ചെയ്യാനും പിന്നെ പെഡിക്യൂർ മാനിക്യൂർ ഒക്കെ ചെയ്യാനായിട്ടുള്ള 3-4 പേര് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ആവശ്യമുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. അവർക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ചെയ്യാം. അപ്പോൾ ഒരു പുതിയ ഗെറ്റപ്പിലായി മാറിയിട്ടുണ്ട് എല്ലാവരും കേട്ടോ. നമ്മുടെ ഷാനവാസിനെയും അക്ബറിനെയൊക്കെ കാണാൻ ഒരു പുതിയ ഗെറ്റപ്പുണ്ട്. അനുമോളെ കണ്ടിട്ട് ഒരു ചേഞ്ചും ഇല്ല. പിന്നെ നാളത്തെ ഫിനാലയിൽ നല്ല രീതിയിൽ ഒരുങ്ങി വരുമെന്ന് വിചാരിക്കുന്നു. അതുകണക്ക് തന്നെ ഒരുപാട് മാറ്റം വന്നിരിക്കുന്നത് നമ്മുടെ അനീഷേട്ടനാണ് കേട്ടോ. അനീഷേട്ടൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് അനീഷേട്ടന് ഫിഗറൊക്കെ ആകെ ഒന്ന് മാറിയിട്ടുണ്ട്. ഹെയർ സ്റ്റൈലൊക്കെ ആകെ ഒന്ന് മാറിയിട്ടുണ്ട്. കാണാൻ ഒരു ലുക്കുണ്ട്. ഒരു യോയോ പയ്യന്റെ ലുക്കൊക്കെ ഉണ്ട്. ഷാനവാസും അതേ കണക്ക് തന്നെ മൊത്തം മാറി വന്നപ്പോഴത്തേക്ക് ഹെയർ കട്ടൊക്കെ ചെയ്ത് ഒരു പുതിയ രൂപമായപ്പോഴത്തേക്ക് കുറച്ചുകൂടെ പ്രായം കുറഞ്ഞാണ് ഒരു ഫീൽ നമുക്ക് ഷാനവാസിനെ കാണുമ്പോൾ തോന്നുന്നുണ്ട്. പിന്നെ നമ്മുടെ നൂറ പുറത്തായല്ലോ. നൂറ ഇപ്പം ഒരു ടാസ്ക് എന്ന് പറയുന്നത് സ്വന്തം പിക്ചറിന്റെ ഒരു പസിൽ നിർമ്മിക്കാനായിരുന്നു ടാസ്ക് കൊടുത്തത്. അപ്പൊ നൂറ അങ്ങനെ പസിൽ നിർമ്മിക്കുമ്പോൾ കറക്റ്റിന് എല്ലാ പസിൽസും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വ്യക്തി ഇല്ലാത്ത വ്യക്തി പുറത്തു പോകുന്നായിരുന്നു. അങ്ങനെ നൂറ പുറത്തു പോയിട്ടുണ്ട്. അപ്പൊ വീട്ടിലുള്ള ബാക്കി ഇത്രയും പേരാണ്. ബാക്കി 5 പേരുമായിട്ട് ചേർന്നാണ് നാളെ ഫിനാലെ നടക്കാൻ പോകുന്നത്. ആര് വിജയിക്കും ആര് വിജയിക്കത്തില്ല എന്ന് നമുക്കറിയത്തില്ല. എന്നാലും ഏറ്റവും ഹോപ്പായിട്ട് നിൽക്കുന്നത്, ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് അനുമോൾ ആൻഡ് അനീഷ് ആണെന്ന് പറയുന്നു. അപ്പം ഒരുപക്ഷെ രണ്ടുപേരിൽ ആരെങ്കിലും ആകാം. ആരാന്നേലും കുഴപ്പമില്ല. ഇപ്പം ബിഗ് ബോസ് എന്ന കടമ്പ 3 മാസം കൊണ്ട് ദേ തീരാൻ പോവുകയാണ്. എല്ലാവർക്കും ആശംസകൾ നേരുന്നു.